നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പുത്തനത്താണിയിൽ വാഹനാപകടം, ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ചന്ദനക്കാവ് വലിയ പീടിയക്കൽ മുഹമ്മദ് സിദ്ദീഖ്, ഭാര്യ റീസ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത്. പൊന്നാനി BM കായലിന് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന തുറുവാണം പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കൂൺഗ്രാമ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം നൽകി. ചെറിയമുണ്ടം കൃഷി ഓഫീസർ അനീസ് മുഹമ്മദ് ക്ലാസ് നയിച്ചു. ചമ്പ്രവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ വിദ്യാലയത്തിന് സമർപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. താനൂർ സൗഹൃദ റോഡ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. പഴംകുളങ്ങര മേഖല മുസ്ലിം ലീഗ് കുടുംബസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുത്തനത്താണി തിരുനാവായ റോഡിൽ ഇഖ്ബാൽ നഗറിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ചന്ദനക്കാവ് ഇഖ്ബാൽ നഗറിലെ വലിയ പീടിക്കൽ മുഹമ്മദ് സിദ്ദീഖ്, ഭാര്യ റീസ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം. ഇരുവരും ജോലിസ്ഥലത്തേക്ക് പോകുകയായിരുന്നു. പുത്തനത്താണി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. ചേരൂരാൽ സ്കൂളിലെ റിട്ടയർഡ് പ്രഥമാധ്യാപകൻ VP അഹമ്മദ് കുട്ടിയുടെയും റിട്ടയർഡ് അധ്യാപിക സുനീറ ബാനുവിൻ്റെയും മകനാണ് മുഹമ്മദ് സിദ്ദീഖ്. റീസ ഏറനാട് സ്വദേശിയാണ്. ജനുവരിയിലാണ് ഇവരുടെ വിവാഹം നടന്നത്. കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ പുത്തനത്താണി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വെട്ട ന്യൂസ് പുത്തനത്താണി. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ BM കായലിന് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന തുറുവാണം പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പൊന്നാനി BM കായലിന് കുറുകെ നിർമ്മിക്കുന്ന തുറുവാണം പാലത്തിന് 5.50 മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും 1.30 മീറ്റർ വീതി വരുന്ന ഒരു വശം മാത്രമുള്ള ഫുട്പാത്തും കൂടി 7.50 മീറ്റർ വീതിയുണ്ട്. നിർമ്മാണ പ്രവൃത്തിക്ക് 37.01 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുക. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ തുറുവാണം പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്നൊരു പരിപാടിയാണ്. കാസർഗോഡ് MS ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത്. 462 മീറ്റർ നീളം വരുന്ന തുറുവാണം പാലത്തിന് 24 സ്പാനലുകളാണുള്ളത്. പാലത്തിനോടനുബന്ധിച്ച റോഡിനും BM&BC സർഫേഴ്സിംഗ്, ബോംബ് കോൺക്രീറ്റ് പ്രവൃത്തികൾ, വാഹന ഗതാഗത സുരക്ഷാ സംവിധാനവും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. P നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പെരുമ്പടമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് M ബീന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൂറുദ്ദീൻ പോഴത്ത് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. വെട്ട ന്യൂസ് പൊന്നാനി. താനൂർ ബ്ലോക്കിന്റെ കീഴിൽ നടപ്പാക്കുന്ന കൂൺഗ്രാമ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലന ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസ് ചെറിയമുണ്ടം കൃഷി ഓഫീസർ അനീസ് മുഹമ്മദ് നയിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം ഗുണഭോക്താക്കൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു.
കൂൺ കൃഷി പരിശീലന ക്ലാസ് ചെറിയമുണ്ടം കൃഷി ഓഫീസർ അനീസ് മുഹമ്മദ് നയിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഇ ബാബു ഷക്കീർ പദ്ധതി വിശദീകരിച്ചു. ജിതി രഞ്ജിത്ത് വള്ളിക്കുന്ന് കർഷകർക്ക് കൂൺവിത്ത്, സ്പോൺ പെല്ലറ്റ്, കവറുകൾ, ഷെഡ് നിർമ്മാണ സാമഗ്രികൾ എന്നിവ പരിചയപ്പെടുത്തി. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ഒന്നാം ഘട്ടം 25 കർഷകർക്ക് ജോലികൾ ആരംഭിക്കുന്നതിനുള്ള നടപടി തുടങ്ങി. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷൻ ഫീൽഡ് അസിസ്റ്റന്റ് സ്മിത നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് ചമ്രോട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ഹംസ അധ്യക്ഷത വഹിച്ചു. ചമ്രവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ 10 ലക്ഷം രൂപ ഈ ഫണ്ട് നീക്കിവെച്ചത്. എന്തായാലും മനോഹരമായ ഒരു ഓഡിറ്റോറിയം നമുക്കിവിടെ സാധ്യമാക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് നിരവധിയായ കാര്യങ്ങൾ സ്കൂളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. എങ്കിലും ഇപ്പോഴുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിയാറായി. ആ ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇനി വരാൻ പോകുന്ന ഭരണസമിതിയും സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല, HM ഷൈജു, PTA പ്രസിഡന്റ് ദിലീപ് കുമാർ, നൌഷാദ്, സുമൻ ഫർസാന, കുഞ്ഞാലിക്കുട്ടി, ബിന്ദു, അനിത തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് ചമ്രവട്ടം. താനൂർ നഗരസഭ 20ാം ഡിവിഷനിൽ സൗഹൃദ റോഡ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. 5 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത സൗഹൃദ റോഡ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ അധ്യക്ഷത വഹിച്ചു. MT മുഹമ്മദ്, ഡോക്ടർ APA റഹ്മാൻ, NN ബഷീർ, VP ശശികുമാർ, NN സലീം, P ശ്രീനിവാസൻ, രാജു ജോർജ്, K കബീർ, K സുനി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി പഴംകുളങ്ങര മേഖല മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച കുടുംബസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സംഗമം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. പഴംകുളങ്ങര മേഖല മുസ്ലിം ലീഗ് കുടുംബസംഗമം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വനിതാ ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കമറുന്നിസ അൻവർ, മുസ്ലിം ലീഗ് തിരൂർ മണ്ഡലം സെക്രട്ടറി AK സൈതാലിക്കുട്ടി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PV സമദ്, കൗൺസിലർമാരായ KP അബ്ദുള്ളക്കുട്ടി, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം, വാർഡിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച IP സീനത്ത്, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പൂന്താല മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുളിക്കൽ ഹംസ സ്വാഗതവും K കുഞ്ഞിമൊയ്തീൻ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.